ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുഷ്മിത കിരൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലെ ജൂലൈ 13 ശനിയാഴ്ച നടന്നിട്ടുണ്ടായിരുന്ന ലാബ് അസിസ്റ്റന്റ് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന കണക്ക് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ആണ് കേട്ടോ. ചോദ്യങ്ങളൊക്കെ അത്യാവശ്യം ടഫായിരുന്നു. ഒരു +2 ലെവലിലേക്ക് ചോദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. ഒട്ടും സമയം കളയേണ്ട. ലെറ്റ്സ് മൂവ് ടു വീഡിയോ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഇൻ എ ക്ലബ് 60 men play cricket. അതായത് ഒരു ക്ലബില് 60 മനുഷ്യന്മാർ 60 ആണുങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ക്രിക്കറ്റ് എന്ന് എഴുതി കൊടുത്തു. ഇനി 30 പേര് ടെന്നീസ് കളിക്കുന്നുണ്ട്. 30 പേര് എന്ത് കളിക്കും? ടെന്നീസ് കളിക്കും. ഫൈൻ. പിന്നെ എന്താ ചോദിച്ചേക്കുന്നേ? 15 പേര് ക്രിക്കറ്റും ടെന്നീസും കളിക്കും. അതായത് ഈ ഇടയ്ക്ക് വരുന്ന ആൾക്കാരെ കണ്ടോ? ഇവരാണ് ഈ 2 ഗെയിമും കളിക്കുന്ന ആൾക്കാർ. 2 പേരുടെ ഇടയ്ക്ക് കിടക്കുന്ന ഒരു കോമണാ, 2 കളിയും കളിക്കും. അത് എത്ര പേരാ? 15 പേരാ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഹൗ മെനി പ്ലേ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് 2 ഗെയിംസ്? ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും കളിക്കുന്ന എത്ര പേരുണ്ടെന്നാ ചോദിച്ചേക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ അടുത്ത് എന്തുണ്ട്? 60 പേര് ക്രിക്കറ്റ് കളിക്കും, 30 പേര് ടെന്നീസ് കളിക്കും, 15 പേര് രണ്ടും കളിക്കുന്നുണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. ഈ മുഴുവൻ സർക്കിളാണ് എത്ര? 60. ശരിയല്ലേ? ഈ മുഴുവൻ സർക്കിളാണ് എത്ര? 30. ഫൈൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഒരു കളിയെങ്കിലും കളിക്കണം. അപ്പൊ ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരുടെ എണ്ണം 60 പ്ലസ് ടെന്നീസ് കളിക്കുന്ന ആൾക്കാരുടെ എണ്ണം 30. ഞാൻ രണ്ടും കൂടെ അങ്ങോട്ട് കൂട്ടിയാൽ എനിക്ക് എന്ത് കിട്ടും? ഏതെങ്കിലും ഒരു കളി കളിക്കുന്നവരുടെ എണ്ണം കിട്ടും. കഴിഞ്ഞില്ല. ഈ ഇടയ്ക്ക് കിടക്കുന്ന 15 കണ്ടോ? ഇത് ഞാൻ ഇപ്പുറത്തും കൂട്ടുന്നുണ്ട്, അപ്പുറത്തും കൂട്ടുന്നുണ്ട്. ശരിയല്ലേ? കോമൺ ആയിട്ട് വരുന്ന ആൾക്കാർ 2 പേരുടെയും സൈഡിൽ എന്താവുന്നുണ്ട്? ആഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു തവണ അതിനെ അങ്ങോട്ട് കുറയ്ക്കണം. മനസ്സിലായോ? ഓരോ കളിയും കളിക്കുന്ന ആൾക്കാരെ തമ്മിൽ കൂട്ടുക, കോമൺ ആയിട്ട് കിടക്കുന്ന ആൾക്കാരെ അങ്ങോട്ട് കുറയ്ക്കുക. കാരണം നമ്മൾ ഇവിടെ അതിനെ കൂട്ടുന്നുണ്ട്. ഓൾറെഡി ഒരു തവണ കൂട്ടിയാൽ മതി. ഇപ്പുറത്തും കൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു 15 എന്ത് ചെയ്തത്? അങ്ങോട്ട് കുറച്ചു. പിന്നെ കൂട്ടിയാൽ മതി. 60, 30, 90. 90 ന് 15 കുറച്ചാൽ 75. നമ്മുടെ ഉത്തരം എത്ര വന്നു? 75. അതായത് 75 പേര് ഒരു കളിയെങ്കിലും കളിക്കും. മനസ്സിലായോ? സിമ്പിളായ ഒരു ചോദ്യമായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ വരച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഈസിയാ കണ്ടുപിടിക്കാൻ. ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ എന്ന് പറയുന്ന സെറ്റിനകത്ത് XYZ 3 എലമെന്റ്സ് വന്നിട്ടുണ്ട്. ബിക്കകത്ത് 1 2 2 എലമെന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ റിലേഷൻ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ഇൻറ്റു ബി എന്നാ ചോദിച്ചിരിക്കുന്നത്. എക്ക് ബിയുമായിട്ടുള്ള നമ്പർ ഓഫ് റിലേഷൻസ് കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. 2 raised to NA ഇൻറ്റു NB. എന്താണ്? 2 raised to NA ഇൻറ്റു NB. ഇനി NA എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ആണ്. NB എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി ആണ്. അതങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ എന്ത് കിട്ടും? 2 raised to എയിൽ എത്ര പേരുണ്ട്? 3 പേരുണ്ട്. ഇൻറ്റു ബിയിൽ എത്ര പേരുണ്ട്? 2 പേരുണ്ട്. സോ 2 ഇട്ട് കൊടുത്ത് ഇനി 3 ഗുണം 2 എത്രയാ? 6. സോ 2 raised to 6 ആയിരിക്കും നമ്മുടെ ഉത്തരം. 2 raised to 6 എത്രയാ വരിക? 2 raised to 3 എന്ന് പറഞ്ഞാൽ 8. അടുത്തൊരു 2 raised to 3 എന്ന് പറഞ്ഞാൽ 8. 8 8 64. അപ്പൊ 2 raised to 6 64 ആണ് നമ്മുടെ ഉത്തരം. ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following function describe an on-to function എന്നാ ചോദിച്ചിരിക്കുന്നത്. എന്തോ ഈ on-to function എന്ന് പറഞ്ഞാൽ 1 2 3 4 എലമെന്റ്സ് ഉണ്ട് ഒന്നാമത്തെ ഗ്രൂപ്പിനകത്തുണ്ട്. രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഞാൻ 1 2 3 പേരുണ്ട് എന്ന് വിചാരിക്കാം. ഇനി 1 1 റിലേറ്റഡ് ആണ്, 2 2 റിലേറ്റഡ് ആണ്, 3 1 2 ഏതെങ്കിലും ഒരെണ്ണമായിട്ട് റിലേറ്റഡ് ആണ്, 4 3 റിലേറ്റഡ് ആണ്. ഇങ്ങനെ വരയ്ക്കുന്നതിനാണ് നമ്മൾ on-to എന്ന് പറയുന്നത്. അതായത് ബി എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് ഉള്ള എല്ലാ ഫങ്ഷൻസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ്സ് എവിടെ ഉണ്ടാവണം? എയിൽ ഉണ്ടാവണം. മനസ്സിലായോ? എയിലുള്ള ആൾക്കാരെല്ലാം തന്നെ ബിയിലുള്ള എല്ലാവരുമായിട്ടും കമ്പൈൻ ചെയ്തിരിക്കണം. ബിയിൽ ഒന്നും തന്നെ ബാക്കി വരാൻ പാടില്ല. ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു 4 ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ എല്ലാവരും എന്ത് ചെയ്തു? 1 2 3 കമ്പൈൻ ചെയ്തു. 4 ഇവിടെ ഫ്രീ ആയിട്ട് നിൽക്കുമല്ലേ? ഇങ്ങനെ നിൽക്കാൻ പാടില്ല. അത്രയേ ഉള്ളൂ. അപ്പൊ ബിയിലുള്ള എല്ലാ ഫംഗ്ഷൻസിനും കറസ്പോണ്ടിങ് ആയിട്ടൊരു എലമെന്റ് എയിൽ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ on-to എന്ന് വിളിക്കും. കറക്റ്റായിട്ട് ഇതല്ല കേട്ടോ ഇതിന്റെ ഡെഫിനേഷൻ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അങ്ങ് പറഞ്ഞേ ഉള്ളൂ. ഇതുപോലെ വരയ്ക്കാൻ പറ്റിയാൽ on-to. ഇതുപോലെ ഒരെണ്ണം ബാക്കി ബിയിൽ വരാൻ പാടില്ല. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നോക്കാം. ഒന്നാമത്തെ നോക്കിക്കേ. എ എന്ന് പറയുന്നത് 1 2 3 4 5. എക്കകത്തുള്ള എലമെന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? A to A is defined by 1 3 2 5 3 5 4 2 5 3. ഇങ്ങനത്തെ കുറെ ഗ്രൂപ്പ്സ്
ഗ്രൂപ്പ്സ് അവിടെ ഫോം ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് മുമ്പ് ഇതുപോലെ ഒന്ന് വരച്ച് നോക്കാമല്ലോ. 1 2 3 4 5 A to A എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ A തന്നെയാണ് എയുമായിട്ട് ഓൺ ടു ഫംഗ്ഷൻ ആണോ നോക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സെയിം എലമെന്റ്സ് തന്നെ വരും. എയിലുള്ളത് തന്നെ നമ്മൾ എടുത്തങ്ങ് എഴുതിയാൽ മതി. ഇനി 1 3 എന്ന് പറഞ്ഞാൽ 1 3 ആയിട്ട് വരയ്ക്കുക, 2 5 2 5 ആയിട്ട് വരയ്ക്കുക, 3 5 3 5 ആയിട്ട് വരയ്ക്കുക, 4 2 4 2 ആയിട്ട് വരച്ചു, 5 3 5 3 ആയിട്ട് വരച്ചു. ഇവിടെ നോക്കിക്കേ 1 4 ബാക്കിയായില്ലേ. ഇങ്ങനെ ബാക്കി വന്നാൽ അത് ഓൺ ടു ഫംഗ്ഷൻ അല്ല. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. രണ്ടാമത്തെ നോക്കിക്കേ, എ എന്ന് പറയുന്ന -1 1 ആണ്. A to A എന്നാ തന്നേക്കുന്നത്. അപ്പൊ ഞാൻ -1 1 എന്ന് എഴുതി. ഇപ്പുറത്തും എന്ത് തന്നെ എഴുതണം? -1 1 തന്നെ എഴുതണം. ഇനി തന്നിരിക്കുന്ന ഫംഗ്ഷൻ നോക്കിക്കേ, f of x is equal to x² എന്നാ തന്നേക്കുന്നേ. അതായത് -1 എടുത്താൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ അതിന്റെ സ്ക്വയർ ആയിരിക്കണം. -1ന്റെ വർഗം എത്രയാ? 1 ആണ് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങോട്ട് വരയ്ക്കാം? 1ലോട്ട് വരയ്ക്കാം. ഇനി 1ന്റെ സ്ക്വയറും എത്ര തന്നെയാ? 1 തന്നെയാണ്. വീണ്ടും 1ലേക്ക് തന്നെ വരച്ചു. അപ്പൊ ഇവിടെ ആര് ബാക്കി വന്നു? -1 ബാക്കി വന്നില്ലേ. ഇതുപോലെ ബാക്കി വരാൻ പാടുണ്ടോ? ഇല്ല. വന്നാൽ അത് ഓൺ ടു ഫംഗ്ഷൻ അല്ല. കണ്ടോ? അപ്പൊ അതും നമ്മുടെ ഓപ്ഷൻ അല്ല. ഇനി അടുത്തത് നോക്കാം. അടുത്ത് നോക്കിക്കേ, എ എന്ന് പറയുന്ന -1 1 ആണെന്ന് തന്നിട്ടുണ്ട്. A to A തന്നിട്ടുണ്ട്. g of x എന്ന് പറയുന്ന x³ ആണെന്ന് തന്നേക്കുന്നത്. A to A ആയതുകൊണ്ട് സെയിം തന്നെ എഴുതാം, -1 to 1. ഇനി -1ന്റെ ക്യൂബ് എത്രയാണ്? -1 തന്നെയാണ്. നെഗറ്റീവ് ഉള്ള ഏത് സംഖ്യകളുടെയും പവർ ഒറ്റ സംഖ്യ ആണെങ്കിൽ നമുക്ക് ഉത്തരവും നെഗറ്റീവ് തന്നെ കിട്ടും കേട്ടോ. ഇരട്ട സംഖ്യ ആണെങ്കിൽ നെഗറ്റീവ് പോവും, ഒറ്റ സംഖ്യ ആണെങ്കിൽ നമുക്ക് നെഗറ്റീവ് വരും. ഇവിടെ 3 അല്ലേ വന്നേ, ഒറ്റ സംഖ്യ അല്ലേ. സോ നമ്മുടെ ആൻസർ നെഗറ്റീവ് വരും. അപ്പൊ -1 എങ്ങോട്ട് കറസ്പോണ്ടിങ് ആണ്? -1ലോട്ട് തന്നെ വരച്ചു. അടുത്ത 1ന്റെ ക്യൂബ് എത്രയാ? 1 അല്ലേ. 1ലോട്ട് വരച്ചു. കണ്ടോ? ഇവിടെയുള്ള ഫംഗ്ഷൻസ് എല്ലാം തൊട്ടപ്പുറത്തുള്ള എല്ലാ ഫംഗ്ഷൻസും ആയിട്ടും കമ്പൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഓൺ ടു ഫംഗ്ഷൻ ഇവിടെ ഏതാണ്? ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൗ മെനി ടേംസ് ഓഫ് an AP 1 4 7 ആർ നീഡഡ് ടു ഗീവ് ദ സം ഓഫ് 7 1 5? അതായത് നമുക്കൊരു AP തന്നിട്ടുണ്ട്, 1 4 7 എക്സെട്ര. അതിന്റെ തുക നമുക്ക് തന്നിട്ടുണ്ട്. തുക എത്രയാണ്? സം എന്ന് പറയുന്നത് 715 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് ടേംസ്, n-ന്റെ വില കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എങ്ങനെയാ തുക കാണുക? Sn is equal to ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയാമെങ്കിൽ കുഴപ്പമില്ല, n/2 × a + l എന്ന് എഴുതാമായിരുന്നു. ഇവിടെ നമുക്ക് ഒന്നാമത്തെ പദം അറിയാം, അവസാനത്തെ പദം അറിയോ? ഇല്ല. സോ നമുക്ക് n/2 × 2a + n-1 × d. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. രണ്ട് ഇക്വേഷൻ ഉണ്ട് തുക കാണാൻ, രണ്ടും പഠിച്ചു വെക്കണം കേട്ടോ. ഇനി n-ന്റെ വാല്യൂ അറിഞ്ഞുകൂടാ. തുക നമുക്ക് തന്നിട്ടുണ്ട് 715 ഇസ് ഈക്വൽ ടു, n-നെ ഞാൻ n എന്ന് തന്നെ ഇട്ടു, 2 × a. ഇവിടെ എത്രയാ? 1 ആണല്ലേ. ഇപ്പൊ 2 × 1 2 പ്ലസ് n-1 × d. ഇവിടെ എത്രയാ? ഓൾറെഡി അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നമുക്ക് തന്നിട്ടുണ്ട്. പൊതുവ്യത്യാസം കോമൺ ആയിരിക്കും. 4ൽ നിന്ന് 1 കുറച്ചാൽ 3. അപ്പൊ നമ്മുടെ പൊതുവ്യത്യാസം എത്രയാ? 3. കണ്ടോ? ഇനി 715 ഇവിടെ ഒരു /2 ഉണ്ട് കേട്ടോ, n/2. ഈ രണ്ടിനെ എന്ത് ചെയ്യാം? തൊട്ടപ്പുറത്തോട്ട് വിട്ടൂടെ. സോ 715 × 2 ഇസ് ഈക്വൽ ടു n × 3 × n എത്രയാണ്? 3n ആണല്ലേ. -3 × 1 3. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 + 3n - 3n കിട്ടി. ഇനി 3n-നെ ഞാൻ അങ്ങനെ തന്നെ എഴുതി. -3 + 2 എന്ത് ചെയ്യണം? കുറയ്ക്കണം അല്ലേ. -3 2 കുറയ്ക്കുക എന്ന് പറഞ്ഞ ഉത്തരം എന്ത് വരും? -1 എന്ന് പറയും. 3 2 കുറയ്ക്കുക, എന്നിട്ട് വലിയ സംഖ്യ ഏതാണോ അതിന്റെ സൈൻ അങ്ങ് ഇടുക. ഇവിടെ 3 അല്ലേ വലുത്, അപ്പൊ ഞാൻ മൈനസ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടി നോക്കിക്കേ. 715 × 2 എന്ന് പറയുന്നത് n × 3n - 1 സമമാണെന്ന് കിട്ടി. ഇനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അതിനെ സോൾവ് ചെയ്തൊക്കെ മെനക്കെടണം. സോ ബെറ്റർ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഓപ്ഷൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ആദ്യം നമുക്കിതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 2 10, ശിഷ്ടം 1, 2 1 2 1 3, 7 2 14. സോ 1430 ഇസ് ഈക്വൽ ടു n × 3n - 1 നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇനി ഈ ഇക്വേഷൻ അതോടെ നമ്മൾ ഓരോ ഓപ്ഷൻസ് അങ്ങ് ഇടാൻ പോവാണ്. ഇതൊന്ന് എടുത്ത് മുകളിലോട്ട് എഴുതുക. ഒന്നാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്ന 22 നമുക്ക് ഇട്ട് കൊടുക്കാം. 1430 ഇസ് ഈക്വൽ ടു n-ന്റെ സ്ഥാനത്ത് 22,
ഇൻറ്റു 3 ഇൻറ്റു 22 മൈനസ് 1. അപ്പോൾ 3 ഇൻറ്റു 22 എത്രയാന്ന് നോക്കിയേ? 3 2 6, 3 2 6, 66 ന്ന് 1 കുറച്ചാൽ 65. 22 ഗുണം 65 ചെയ്ത് നോക്കുക. നമുക്ക് 1430 കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. നോക്കാമല്ലോ. സോ 22 ഇൻറ്റു 65. 5 ഗുണം 2 10 ശിഷ്ടം 1 പ്ലസ് 5 2 10 പ്ലസ് 6 2 12. 12 10 22, 22 1 23 ശിഷ്ടം 2. 6 2 12, 12 2 14. ദേ കിട്ടുന്നുണ്ടല്ലോ. 1430 തന്നെ കിട്ടി. സോ രണ്ട് സൈഡിലെയും വാല്യൂസ് തുല്യമായി കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. അപ്പം ഇവിടെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ എ 22. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇത്രയും കാൽക്കുലേഷൻ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പോയി ഒരുപാട് സമയം പോകും കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്താൽ മതി. ഫൈൻ. അടുത്ത ചോദ്യം നോക്കിക്കേ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 2 sin square 30, 2 sin square 30 minus 3 cos square 45 plus cos square 60 എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് നമുക്ക് വാല്യൂ അറിയാമെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ റഫായിട്ട് വാല്യൂസ് ഒന്ന് പറഞ്ഞു തരാം. പഠിച്ചു വെക്കാൻ പറ്റുകയാണെങ്കിൽ പഠിച്ചു വെച്ചാൽ നല്ലതാണേ. നോക്കിക്കേ. 0 ഡിഗ്രി, 30 ഡിഗ്രി, 60 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി. ഇത്രയത്തിൻ്റെ വാല്യൂസ് എങ്കിലും നമുക്ക് മിനിമം അറിയണം. 0 ഡിഗ്രി, 30 ഡിഗ്രി, 60 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി. ഫൈൻ. ഇനി നമുക്ക് ഇങ്ങോട്ടൊരു ബോക്സ് വരയ്ക്കാം. ഇവിടെ നമ്മൾ എഴുതാൻ പോകുന്നത് സൈൻ തീറ്റ, സൈനിൻ്റെ വാല്യൂ, കോസിൻ്റെ വാല്യൂ, ടാനിൻ്റെ വാല്യൂ. ഈ 3 വാല്യൂസ് ആണ് പഠിക്കേണ്ടത്. സൈനും കോസും ടാനും. ഇനി സൈനിനെയും കോസിനെയും കൂടെ ഹരിക്കുന്നതാണ് എന്ത്? ടാൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? സൈനിൻ്റെ വാല്യൂവും കോസിൻ്റെ വാല്യൂയും കൂടെ ഹരിച്ചാൽ നമുക്ക് ടാനിൻ്റെ വാല്യൂ കിട്ടും. ഇനി കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. കൊസീക്കും സീക്കും കോട്ടും ഒക്കെ ഉണ്ട്. അതൊന്നും അറിയണ്ട. അത്യാവശ്യം ഇതെങ്കിലും ഒന്ന് അറിഞ്ഞു വെക്കുക. ഇനി നോക്കിക്കേ. സൈൻ 0, സൈൻ 0 0 ആയിരിക്കും. എന്താണ്? സൈൻ 0 0. സൈൻ 0 0 ആണെങ്കിൽ കോസ് 0 1 ആയിരിക്കും. മനസ്സിലായോ? സൈൻ 0 0 ആണെങ്കിൽ കോസ് 0 നേരെ തിരിഞ്ഞു വരുമെന്ന് ഓർക്കാം. 1 ആയിരിക്കും. ഇനി 0നെ 1 ഹരിച്ചാൽ എന്ത് തന്നെ കിട്ടും? 0 തന്നെ കിട്ടും. എൻ്റെ വാല്യൂ എത്ര വന്നു? 0. ഫൈൻ. ഇനി ഇതുപോലെ തന്നെയാണ് 90. 90 നമുക്ക് എഴുതാമല്ലോ. സൈൻ 0 0 ആണെങ്കിൽ സൈൻ 90 1 ആയിരിക്കും. മനസ്സിലായോ? സൈൻ 0 0 ആയതുകൊണ്ട് സൈൻ 90 1 ആയിരിക്കും. ഇനി കോസ് 0 1 ആണ്, പക്ഷെ കോസ് 90 0 ആയിരിക്കും. മനസ്സിലായോ? സൈൻ 0 0, സൈൻ 90 1. നേരെ തിരിച്ചാണ് 0യും 90യും എന്ന് ഓർത്തിരിക്കുക. കോസ് 0 1 ആണ്, കോസ് 90 0 ആണ്. ടാൻ 90 എത്ര? ടാൻ 90 എന്ന് പറഞ്ഞപ്പോൾ എന്താ? 1/0. ഒരിക്കലും ഒരു സംഖ്യയെ നമുക്ക് 0 ഹരിക്കാൻ പറ്റില്ല കേട്ടോ. 0 ഹരിച്ചാൽ അത് എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. അപ്പോൾ ഒരിക്കലും നമ്മളോട് എന്ത് കാണാൻ ചോദിക്കില്ല? ടാൻ 90 കാണാൻ ചോദിക്കില്ല. അപ്പൊ 0 പഠിച്ചാൽ നമുക്ക് എന്ത് പഠിക്കാം? 90യും പഠിക്കാം. അപ്പൊ സൈൻ 0 0, സൈൻ 90 1. കോസ് 0 1 ആണ്, കോസ് 90 0 ആണ്. ഫൈൻ. ടാൻ പഠിക്കണ്ടേ? ഇത് രണ്ടും അറിയാമെങ്കിൽ അതങ്ങ് ഹരിക്കുന്നതാണ് ടാൻ എന്ന് നമുക്ക് ഓർത്തിരിക്കാം. ഇനി 30 60 ഒരുപോലെയാ. എങ്ങനെയാന്നല്ലേ? സൈൻ 30 1/2 ആണ്. സൈൻ 30 1/2 ആണ്. കോസ് 60 1/2 ആണ്. കണ്ടോ? സൈൻ 30ഉം കോസ് 60ഉം സെയിം ആയിരിക്കും. സൈൻ 30 1/2 ആണ്, കോസ് 60ഉം 1/2 ആണ്. ഇനി കോസ് 30 എത്രയാണ്? √3/2 ആണ് കേട്ടോ. കോസ് 30 എത്രയാ? √3/2. അങ്ങനെയാണെങ്കിൽ സൈൻ 60 എത്രയാ? √3/2. കണ്ടോ? നേരെ ഓപ്പോസിറ്റേ വരത്തുള്ളൂ എന്ന് ഓർക്കുക. സൈൻ 30 1/2, കോസ് 60 1/2. സൈൻ 60 √3/2, കോസ് 30 √3/2. കണ്ടോ? രണ്ടുപേരും ഒരുപോലെയാണ് വരുന്നത്. ഇനി ടാൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടെ ഹരിച്ചാൽ മതി. 1/2 ഡിവൈഡഡ് ബൈ √3/2. ഈ രണ്ടും വെട്ടിപ്പോവും. 1/√3 എന്നാണ് കിട്ടുക. ഇവിടെ ആണെങ്കിലോ √3/2 ബൈ 1/2. രണ്ടും വെട്ടിപ്പോൾ നമുക്ക് ആൻസർ √3 എന്നും കിട്ടും. ഓക്കെ. അപ്പൊ 1/√3 അത് രണ്ടും കൂടെ ഹരിച്ചു നോക്കിയാൽ മതി, ആൻസർ കിട്ടും. ഇനി 45 വളരെ സിമ്പിൾ ആണ്. സൈൻ 45 1/√2 ആണ്, കോസ് 45 1/√2 ആണ്. ടാൻ എടുക്കാൻ പറഞ്ഞ് ഇതിനെ രണ്ടിനെയും കൂടെ ഹരിക്കുക. √2 വെട്ടിപ്പോ ഉത്തരം എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ഇത്രേ ഉള്ളൂ. ഈ വാല്യൂസ് അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ചോദിക്കുന്ന ഒരുമാതിരിപ്പെട്ട ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാം.
ഒരു ടേബിൾ വരച്ച് 2-3 പ്രാവശ്യം എഴുതി അങ്ങ് പഠിച്ചാൽ മതി, ലൈഫ് ലോങ് മറന്നു പോകില്ല. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് ഈ വാല്യൂസ് അങ്ങ് ഇട്ട് കൊടുക്കാമല്ലോ. ഞാൻ ഈ ടേബിൾ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ടേ, നമുക്ക് ഇതിനകത്ത് നോക്കി അങ്ങ് എഴുതിയാലും മതി. 2 ഇൻറ്റു സൈൻ സ്ക്വയർ 30. സൈൻ 30 എത്രയാ? 1/2. അപ്പൊ സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/2ന്റെ വർഗം എടുക്കുക. അപ്പൊ എന്ത് കിട്ടി? 1/4 എന്ന് കിട്ടി. ഓക്കെ. മൈനസ് 3 ഇൻറ്റു കോസ് സ്ക്വയർ 45. കോസ് 45 എത്രയാ? 1/√2 ആണ്. അപ്പൊ കോസ് സ്ക്വയർ എടുക്കാൻ പറഞ്ഞാലോ 1/√2 ഇൻറ്റു 1/√2. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഒരു റൂട്ടുകളെ എങ്ങനെ എളുപ്പത്തിൽ ഗുണിക്കാം എന്നൊക്കെ ഉള്ളൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ പഠിച്ചതാണ്, ഏതൊരു സംഖ്യയുടെയും റൂട്ടുകളെ തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് ആ സംഖ്യ തന്നെ കിട്ടും. അപ്പൊ √2ന്റെ വർഗം എടുക്കാൻ പറഞ്ഞാൽ എത്രയായിരിക്കും? 2 ആയിരിക്കും. സോ 1/2 എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ. √2ന്റെ സ്ക്വയർ 2 ആയിരിക്കും. √3യുടെ സ്ക്വയർ 3 ആയിരിക്കും. ഫൈൻ. പ്ലസ് കോസ് സ്ക്വയർ 60. കോസ് സ്ക്വയർ 60 എത്രയാ? കോസ് 60 ഇവിടെ എത്രയായിരുന്നു? 1/2 ആയിരുന്നു. അപ്പൊ കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/4. കണ്ടോ? നമുക്ക് ചെയ്യാലോ. ദേ ഈ 2ഉം 4ഉം കൂടെ വെട്ടിക്കോ. 2 ഗുണം 2 2 ഗുണം 1. 1/2 മൈനസ് 3 1/2 പ്ലസ് 1/4 എന്ന് കിട്ടി. ഇനി ഇത് തൂത്ത് കളയാം. നമുക്ക് ഇവിടെ എഴുതും 1/2 മൈനസ് 3/2 പ്ലസ് 1/4. ഇതാണ് നമുക്ക് കിട്ടിയത്. സോൾവ് ചെയ്യാലോ. 3 നിന്ന് 1 കുറയ്ക്കുക, കാരണം രണ്ടുപേരുടെയും ഡിനോമിനേറ്റർ സെയിം ആ 2. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ തമ്മിൽ നേരെ അങ്ങോട്ട് മൈനസ് ചെയ്യാം. 3 നിന്ന് 1 കുറച്ചാൽ 2, 2/2 എന്ന് വരും. മൈനസ് ഉണ്ട് കേട്ടോ, മൈനസ് 2/2 എന്ന് കിട്ടി. പ്ലസ് 1/4. ഈ 2ഉം കൂടെ വെട്ടാലോ, 1 എന്ന് കിട്ടി. സോ -1 പ്ലസ് 1/4. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ. 4 ഗുണം 1 4 പ്ലസ് 1/4 എന്ന് കിട്ടി. 4 നിന്ന് 1 കുറച്ചാൽ 3 ആണല്ലേ. കാരണം എന്താ? ഒരാൾ മൈനസ് ഒരാൾ പ്ലസും വന്നാൽ മൈനസ് ചെയ്യണം. 3/4 എന്ന് എഴുതി. കഴിഞ്ഞില്ല. വലിയ സംഖ്യയുടെ സൈൻ ഏതോ അത് ഇട്ട് കൊടുക്കുക. ഇവിടെ 4 അല്ലേ വലുത്, മൈനസ് അല്ലേ. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു? -3/4 എന്ന് വന്നു. ഓക്കെ. ഈ ചോദ്യം ചെയ്യാൻ ഇത്രയും സമയമൊന്നും ഇല്ല കേട്ടോ. ഞാൻ ആ ബോക്സ് ഒക്കെ വരച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര ലെങ്തി ആയി തോന്നുന്ന, വളരെ സിമ്പിൾ ആ, പെട്ടെന്ന് ആൻസർ കിട്ടും. ഫൈൻ. അപ്പൊ ആൻസർ എത്രയാണ്? -3/4. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് ഹൂസ് വെർട്ടിസസ് ആർ? വെർട്ടിസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 5 0 -5 0 ആണ് അതിന്റെ വെർട്ടിസസ് തന്നേക്കുന്നത്. ഫോക്കൈ തന്നിട്ടുണ്ട്. എത്രയാണ്? 4 0 -4 0. അതായത് എനിക്ക് എങ്ങനെ എഴുതാം? വെർട്ടിസസ് എന്ന് പറയുന്നത് +or-5 0 ആണ്. അതുപോലെ തന്നെ ഫോക്കൈ എന്ന് പറയുന്നത് +or-4 0 ആണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? ഈ എലിപ്സിന്റെ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. വാട്ട് ഈസ് ഇക്വേഷൻ ഓഫ് ദ എലിപ്സ്? അപ്പൊ ആദ്യം തന്നെ ഇക്വേഷൻ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. x² + y² + b² = 1. ഇതാണ് നമ്മുടെ എലിപ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എയും ബിയും നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ. എയും ബിയും കണ്ടുപിടിച്ച് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, നമ്മുടെ ആൻസർ ആയി. എ എന്ന് പറയുന്ന കാണാനാണ് നമുക്ക് എന്ത് തന്നേക്കുന്നേ? വെർട്ടിസ് തന്നേക്കുന്നത് കേട്ടോ. വെർട്ടിസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ കോർണർ അല്ലെങ്കിൽ അതിന്റെ മൂല എന്ന് പറയുന്നതാണ് വെർട്ടിസസ്. അപ്പൊ വെർട്ടിസസിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എ കണ്ടുപിടിക്കാം. കാരണം എപ്പോഴും വെർട്ടിസസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് +or-a0 എന്നായിരിക്കും. അപ്പൊ നമുക്കിവിടെ വെർട്ടിസ് തന്നേക്കുന്നത് എന്താ? +or-5 0. അപ്പൊ എയുടെ വാല്യൂ എത്ര കിട്ടി? 5 എന്ന് കിട്ടി. അപ്പൊ എനിക്കിതേ ഇവിടെ കൊണ്ട് എന്തിട്ട് കൊടുക്കാം? 5² എന്ന് ഇട്ട് കൊടുക്കാം. ഇനി ബി കണ്ടുപിടിക്കണ്ടേ? ബി കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമുക്കിവിടെ എന്ത് തന്നേക്കുന്നേ? ഫോക്കൈ തന്നേക്കുന്നത് കേട്ടോ. ഫോക്കൈ എന്ന് പറയുന്നത് +or-4 0 എന്ന് പറയുന്നത് +or-c0 എന്നുള്ള ഇക്വേഷന് സമമാണ്. കൂടുതലായിട്ട് ആ ചാപ്റ്റർ പഠിക്കുമ്പോഴേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇത്ര അറിഞ്ഞു വെക്കുക. നമ്മുടെ ഫോക്കൈ എന്ന് പറയുന്ന സാധനം +or-c0 സമമാണ്. വെർട്ടിസ് എന്ന് പറയുന്നത് +or-a0 സമമാണ്. ഓക്കെ. അപ്പൊ +or-c0 എന്ന് പറയുന്നത് എന്താണ്? +or-4 0 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ സിയുടെ വാല്യൂ എത്ര കിട്ടി? 4 എന്ന് കിട്ടി. ഇനി സി എന്ന് പറയുന്നത് c² എന്ന് പറയുന്നത് a² - b² തുല്യമാണ്. അപ്പൊ c² നമുക്ക് ഇവിടെ എത്രയാ? 4. 4ന്റെ വർഗം 16. എ നമുക്ക് ഇവിടെ ഓൾറെഡി കിട്ടി, 5 അല്ലേ. 5ന്റെ വർഗം 25 മൈനസ് ബിയുടെ വാല്യൂ എനിക്ക് അറിഞ്ഞുകൂടാ. ബീനെ ഞാൻ അങ്ങനെ തന്നെ അങ്ങോട്ട് എഴുതി. ഇത് സോൾവ് ചെയ്താൽ പോരെ? ഈ b² ഇപ്പുറത്തോട്ട് വിട്ടോ. അപ്പൊ 25. ഈ 16 അപ്പുറത്തേക്ക് പോകുമ്പോ എന്താവും? -16. 25 നിന്ന് 16 പോയാൽ എത്രയാ?
9 അല്ലേ? അപ്പൊ നമുക്ക് ഉത്തരം എത്ര കിട്ടി? 9 എന്ന് കിട്ടി. ബി സ്ക്വയർ 9 അപ്പൊ ബിയുടെ വാല്യൂ എത്രയായിരിക്കും? 3 ആയിരിക്കും. പക്ഷെ അത് കണ്ടുപിടിക്കണ്ട, നമുക്ക് ഇവിടെ വേണ്ടത് എന്താ? ബി സ്ക്വയർ അല്ലേ വേണ്ടേ? ബി സ്ക്വയർ എത്ര കിട്ടി? 9 എന്ന് കിട്ടി. കണ്ടോ? അപ്പൊ ബി സ്ക്വയർ 9. എ സ്ക്വയർ എത്രയാ? 5ന്റെ വർഗം 25. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ഇക്വേഷൻ കിട്ടി. ചെയ്യാലോ? അപ്പൊ ദേ ഈ 9നെ ഇങ്ങോട്ട് വിട്ടോ, 9x² പ്ലസ് ഈ 25നെ ഇങ്ങോട്ട് വിടാലോ, 25y² ഇസ് ഈക്വൽ ടു 25 ഗുണം 9. 25 ഗുണം 9 എത്ര വരും? 225 എന്ന് വരും. 225 താഴെയുണ്ട്, അതിനെ അപ്പുറത്തേക്ക് വിടുക. സോ 225 എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ്? 9x² പ്ലസ് 25y² ഇസ് ഈക്വൽ ടു 225. ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 9x² പ്ലസ് 25y² ഇസ് ഈക്വൽ ടു 225. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ദാറ്റ് ഹാസ് x ഇന്റർസെപ്റ്റ് -3 ആൻഡ് ഇസ് പെർപെൻഡിക്കുലർ ടു 3x പ്ലസ് 5y ഇസ് ഈക്വൽ ടു 4. നോക്കിക്കേ, നമുക്ക് x ഇന്റർസെപ്റ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? -3 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വേറൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. 3x പ്ലസ് 5y ഇസ് ഈക്വൽ ടു 4 എന്നൊരു ഇക്വേഷനും തന്നിട്ടുണ്ട്. ഇത് നമ്മളോട് ചോദിച്ചേക്കുന്നത് ഈ വരയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മറ്റൊരു വരയുടെ ഇക്വേഷൻ കണ്ടെത്തണം. ആ ലൈനിന്റെ ഒരു എക്സ് ഇന്റർസെപ്റ്റ് നമുക്കറിയാം -3 ആണ്. അങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എങ്ങനെ ചെയ്യാം? ഇങ്ങനത്തെ ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ലൈനിനകത്തു നിന്നും അതിന്റെ സ്ലോപ്പ് കണ്ടെത്തുക. എന്താണ്? സ്ലോപ്പ് കാണാൻ പോവാണേ. സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു mx പ്ലസ് c എന്നുള്ള ഫോമിലേക്ക് എഴുതുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. y ഈസ് ഈക്വൽ ടു mx പ്ലസ് c. m എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത്? സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഞാൻ ഈ ഇക്വേഷനെ ഈ ഫോമിലേക്ക് ആക്കാൻ പോവാണേ. 5y ഈസ് ഈക്വൽ ടു 4. ഈ 3xനെ അപ്പുറത്തേക്ക് വിടുമ്പോൾ എന്താവും? -3x ആവും അല്ലേ? ഇത് അപ്പുറത്ത് പോകുമ്പോൾ -3x. ഇവിടെ ഒരു +4 ഉണ്ട്, അതിനെ അങ്ങനെ തന്നെ എഴുതി. ഇനി 5നെ അങ്ങോട്ട് വിടാലോ. 5നെ അങ്ങോട്ട് വിട്ടു, -3/5x പ്ലസ് 4/5 എന്ന് കിട്ടി. കണ്ടോ? അപ്പൊ വൈയുടെ വാല്യൂ എന്ത് കിട്ടി? -3/5x പ്ലസ് 4/5 എന്ന് കിട്ടി. ഈ -3/5 എന്ന് പറയുന്നതാണ് എന്ത്? എൻ്റെ m എന്ന് പറയുന്നത്. ശരിയല്ലേ? y mx എന്നുള്ളതിന്റെ പകരം -3/5x എന്ന് കിട്ടി. പ്ലസ് സിക്ക് പകരം എനിക്ക് 4/5 എന്ന് കിട്ടി. അപ്പൊ എൻ്റെ എമ്മിന്റെ വാല്യൂ എത്രയാണ്? -3/5. ഇനി എൻ്റെ ഒന്നാമത്തെ സ്ലോപ്പ് -3/5 ആണെങ്കിൽ രണ്ടാമത്തെ സ്ലോപ്പ് 5/3 ആയിരിക്കും. കാരണം പറഞ്ഞു തരാം. രണ്ട് ലൈനുകൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ സ്ലോപ്പുകളുടെ പ്രോഡക്റ്റ്, അതായത് m1 × m2 എന്ന് പറയുന്നത് -1 ആയിരിക്കും. എന്താണ്? രണ്ട് ലൈനുകൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ സ്ലോപ്പുകളുടെ പ്രോഡക്റ്റ് എപ്പോഴും -1 ആ. m1 -3/5 ആണെങ്കിൽ m2 എന്ത് വരണം? നേരെ തിരിഞ്ഞു വരണ്ടേ? 5/3 വരണം. എങ്കിലല്ലേ ഇത് രണ്ടും വെട്ടിപ്പോയിട്ട് നമുക്ക് ഉത്തരം എത്ര കിട്ടുള്ളൂ? -1 എന്ന് കിട്ടുള്ളൂ. അപ്പോ m1 × m2 എന്തിന് തുല്യമാണ്? -1ന് തുല്യമാണ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ. ഒന്നാമത്തെ സ്ലോപ്പ് -3/5 എന്ന് കിട്ടി. മൈനസ് അവിടെ ഉണ്ട്. അപ്പൊ പിന്നെ അടുത്ത ഇക്വേഷനിൽ മൈനസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി 3/5നെ നേരെ തിരിച്ചിട്ടാൽ മതി. 5/3 എന്ന് എഴുതുക. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് സ്ലോപ്പ് കിട്ടി. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ലൈനിന്റെ സ്ലോപ്പ് നമ്മുടെ കയ്യിലുണ്ട്. എത്രയാണ്? 5/3. എമ്മിന്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് y2 - y1 is equal to m × x2 - x1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. കണ്ടോ? y2 - y1 is equal to m × x2 - x1. y2 എന്ന് പറയുന്നതിന് പകരം ഞാൻ y എന്ന് തന്നെ എഴുതി. ഓക്കെ, y2ന് പകരം ഞാൻ y എന്ന് എഴുതി. മൈനസ് y1 എന്ന് പറയുന്നത് നമുക്ക് ചോദ്യത്തിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ലൈനിന്റെ എക്സ് ഇന്റർസെപ്റ്റ് എത്രയാണ്? -3. എന്തോ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വര നമ്മുടെ എക്സ് ആക്സിസിൽ മുട്ടുന്ന പോയിന്റ് ആണ് എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. എക്സ് ആക്സിസിൽ മുട്ടുന്ന പോയിന്റ് ആണ് -3. ഒരു വര എക്സിൽ കൂടി കടന്നു പോയാൽ അതിന്റെ y വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, ഒരു പോയിന്റ് ഒരു ലൈൻ എക്സ് ആക്സിസിൽ കൂടി കടന്നു പോയാൽ എക്സ് വാല്യൂ തന്നിട്ടുണ്ടാവും -3. അതിന്റെ y വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. തിരിച്ചും അങ്ങനെ തന്നെയാ. y ഇന്റർസെപ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ എക്സ് വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ y എത്രയാണ്? 0 ആണ്. അപ്പൊ ഞാൻ 0 എന്നിട്ടു.
ഈസ് ഈക്വൽ ടു എം എനിക്ക് എത്രയാണ് കിട്ടിയേ 5/3 അല്ലേ കിട്ടിയേ, ഞാനത് അങ്ങോട്ട് എഴുതി 5/3 ഇൻറ്റു x2 ഞാനിവിടെ y2നെ y എന്നാ എടുത്തേ, y2നെ y എന്നാ എടുത്തേ, അപ്പൊ x2നെ എന്തെടുക്കണം x എന്നെടുക്കണം, മൈനസ് x1 ഇവിടെ എത്രയാ -3 എന്നാ തന്നേക്കുന്നേ. അപ്പൊ y1 0യും x1 എത്രയാണ് -3 ആണ്. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, മൈനസും കൂടെ എന്താവും പ്ലസ് ആവും. അപ്പൊ എനിക്ക് x+3 എന്ന് കിട്ടി. ഇത് സോൾവ് ചെയ്ത് എന്റെ ഇക്വേഷൻ ആയി ചെയ്യാലോ. അപ്പൊ y -0നെ എനിക്ക് എന്ത് എഴുതാം y എന്ന് എഴുതാം, ഈ 3നെ ഇങ്ങോട്ട് വിടാലോ. അപ്പൊ 3y ഈസ് ഈക്വൽ ടു 5 × x 5x പ്ലസ് 5 × 3 15. അപ്പം ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. നമ്മുടെ ആൻസർ ആയി എഴുതാലോ 5x, ഈ 3yനെ അപ്പുറത്തേക്ക് വിടുമ്പോൾ -3y പ്ലസ് 15 ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ആൻസർ. കണ്ടോ, 5x - 3y പ്ലസ് 15 ഈസ് ഈക്വൽ ടു 0. ഓപ്ഷൻ നോക്കാം. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 5x - 3y പ്ലസ് 15 ഈസ് ഈക്വൽ ടു 0. അപ്പൊ ആകെ വളരെ കുറച്ച് ചോദ്യങ്ങളാണ് മാത്സിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം സബ്ജക്ട് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. മാത്സിൽ അത്യാവശ്യം ഒരേ ഭാഗത്തു നിന്ന് തന്നെ ചോദിച്ചു എന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പൊ എന്താണെങ്കിലും എക്സാം എഴുതിയ കുട്ടികൾ എങ്ങനെ ഉണ്ടായിരുന്നു, മൊത്തത്തിൽ പരീക്ഷ എന്നും മാത്സ് എന്നും കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.